റഹീസ് തകരപ്പറമ്പിൽ വെള്ളക്കെട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. തലസ്ഥാന നഗരിയിൽ നിന്ന് കൊടപിടിച്ച് നിൽക്കുന്നത് നിലവിൽ രണ്ടുപേരാണ്. അതങ്ങ് തിരുവനന്തപുരത്ത് റഹീസ് റഷീദും കോഴിക്കോട് സാനിയ മനോമിയുമാണ്. കൊച്ചിയിൽ ഇപ്പോൾ മഴയില്ല, പക്ഷേ അന്തരീക്ഷം മേഘാവൃതമാണ്, പ്രേക്ഷകർക്ക് കാണാം. കണ്ണൂരിലും ഇപ്പോൾ മഴ ഇല്ല, അന്തരീക്ഷം മൂടി തന്നെ കിടക്കുന്നു. അർജുൻ കല്യാടിനെയും പ്രേക്ഷകർക്ക് കാണാം, കൊടയില്ല. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദിൽ നിന്ന് തുടങ്ങാം. തകരപ്പറമ്പിലാണ് റഹീസ് നിൽക്കുന്നത്. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ്. നല്ല മഴയായിരുന്നു എന്ന് തോന്നുന്നു. രാവിലെ എന്താണ് അവസ്ഥ? ഇന്നലെ രാത്രി അല്പം നമ്മളെ ഭയപ്പെടുത്തി. ഒരു 3 മണിക്കൂർ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി തിരുവനന്തപുരത്ത്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം റഹീസ് റഷീദ് തിരുവനന്തപുരത്ത്? ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നലെ രാത്രി ആ ഭയപ്പെടുത്തിയ സമയത്ത് തുടങ്ങിയ മഴ ഈ സമയത്തും അവസാനിച്ചിട്ടില്ല. പൂർണ്ണമായി അവസാനിച്ച ഒരു സമയവുമില്ല. ചിലപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി കുറയും എന്നല്ലാതെ മുഴുവൻ സമയവും മഴയാണ്. നിന്ന നിൽപ്പിൽ ശക്തി കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥ. നിരവധി മരങ്ങൾ ഗ്രാമ നഗര വ്യത്യാസങ്ങളില്ലാതെ പല സ്ഥലത്തും കടപുഴുകി വീണു. തിരുവനന്തപുരം നഗരത്തിൽ ബേക്കറി ജംഗ്ഷന് സമീപമുള്ള SBI റിസർവ് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിന് സമീപം മരം വീണു. ആൽത്തറ അമ്പലത്തിന് സമീപം മരം വീണു. ഒപ്പം പാലോട്, വിതുര, പൊന്മുടി, നെടുമങ്ങാട് പോലുള്ള പ്രദേശങ്ങളിലും നിരവധി തവണ മരം പല സ്ഥലത്തും വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ നിൽക്കുന്നത് തകരപ്പറമ്പിലാണ്. തകരപ്പറമ്പിൽ വെള്ളക്കെട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മഴ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ആശ്വാസമാണ്. എങ്കിൽ പോലും തകരപ്പറമ്പിൽ പല സ്ഥലങ്ങളിലും ഫോർട്ട് ആശുപത്രിയുടെ മുമ്പിലൊക്കെ വെള്ളക്കെട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അല്പസമയം മുമ്പ് നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് മണിക്കൂറിൽ 50 കിലോമീറ്റർ ശക്തിയിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യത കൂടി. അതായത് മഴ പെയ്യും, ഇടിമിന്നലുണ്ടാകും, ഒപ്പം കടലിലേക്ക് പോകരുതെന്ന നിർദ്ദേശമുണ്ട്. അതിനൊപ്പം ശക്തമായ കാറ്റ് കൂടി വീശും. അതുകൊണ്ട് മലയോര പ്രദേശങ്ങളിൽ ഉള്ള ആളുകൾ ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ റെഡ് അലർട്ട് പോലെ വിവിധ വകുപ്പുകളും അലർട്ടാണ്. ഫയർഫോഴ്സ്, പോലീസ്, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെല്ലാം വിവിധ സ്ഥലങ്ങളിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ പറ്റുന്ന അവസ്ഥയിൽ തന്നെ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. റവന്യൂ വകുപ്പ് അതാത് മുഴുവൻ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എവിടെയെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പും മറ്റും തുറക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ അടിയന്തരമായി തുറക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണം. അങ്ങനെ പാർപ്പിക്കേണ്ട സാഹചര്യമുള്ള സ്ഥലത്ത് വലിയ തോതിൽ മണ്ണിടിയാനുള്ള സാഹചര്യമുള്ള സ്ഥലത്തുണ്ടെങ്കിൽ അവരെയും മാറ്റിപ്പാർപ്പിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് സമീപത്ത് ഒരു മരം ഒടിഞ്ഞു വീണ് ഒരാൾക്ക് ചെറിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊല്ലം സ്വദേശിയായ ഒരാളെ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് സമീപത്ത് തെങ്ങ് കടപുഴകി വീണ് ഒരു വീടിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മഴ തുടങ്ങി. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ കാലവർഷം. ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം തിരുവനന്തപുരത്ത് പൂർണ്ണമായിട്ടും മൂടി നിൽക്കുകയാണ് അന്തരീക്ഷം, അല്ലേ? ഒരു വൈകുന്നേരത്തിൻ്റെ പ്രതീതിയായി കഴിഞ്ഞു. സാധാരണ തെളിഞ്ഞു നിൽക്കേണ്ട സമയമാണ്. അന്തരീക്ഷം പൂർണ്ണമായിട്ടും മൂടി നിൽക്കുകയാണ്. വെള്ളക്കെട്ടിന് നടുക്ക് നിൽക്കുകയാണ്. ഏതോ ഒരു പുഴയുടെ തീരത്ത് നിൽക്കുന്നത് പോലെയൊക്കെ പ്രേക്ഷകർക്ക് തോന്നാം. റഹീസ് റഷീദ് നിൽക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് തകരപ്പറമ്പിലാണ്. അവിടെ നല്ല വെള്ളക്കെട്ട് ഇതിനകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ആളുകൾക്ക് റോഡിലൂടെ നടന്നു പോകാൻ കഴിയുന്ന സാഹചര്യമല്ല. പലയിടങ്ങളിലും ഇങ്ങനെ വെള്ളക്കെട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇതാണ് അവസ്ഥ. പക്ഷേ തിരുവനന്തപുരത്ത് നിലവിൽ യെല്ലോ അലേർട്ട് മാത്രമാണുള്ളത്. 9 ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്.